എവർഗ്രീൻ കോംബോ ആണല്ലോ പുട്ടും ചെറുപയർ കറിയും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചെറുപയർ കറിയാണ്. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നിവേദാസ് കിച്ചൺ കോർണർ. തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറാണിത്. നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് കൂടെ ഒരു തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരല്പം കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയുടെ പകുതി കാണും ഇത്. അതിനുശേഷം ഒരു നുള്ള് ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരികയാണ്. അപ്പോഴേക്കിനും നമ്മുടെ ചെറുപയറൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരല്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കരുത്. തിള വന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം. കൂടുതൽ തിളയ്ക്കുമ്പോൾ നമ്മുടെ കറിയുടെ ടെക്സ്ചർ അങ്ങ് മാറി പോകുന്നുണ്ട്. തേങ്ങയും ചെറുപയറും സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് കാണാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ, ഇതിലേക്കുള്ള ഒരു താളിപ്പ് കൂടി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം 1/2 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4-5 എണ്ണം കാണും. അതൊന്ന് മൂത്ത് വരുന്ന ശേഷം അതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെറുപയറുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ പുട്ടും ചപ്പാത്തിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈ ചെറുപയർ കറി. എന്തായാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വരും വരേക്കും. ബായ്.